വെൽക്കം ടു ATM ആൻഡ് വിത്ഡ്രോ നോളജ്. റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ 12ാം ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. 11ാം ഭാഗത്തിൽ സിമ്പിൾ പാസ്റ്റ് അസർട്ടീവ് സെൻറ്റൻസിലുള്ള സിമ്പിൾ പാസ്റ്റിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചു. ഇന്ന് സിമ്പിൾ പാസ്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ പഠിക്കുകയാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നേരെ ക്ലാസ്സിലേക്ക്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇവയെക്കുറിച്ച് നമ്മൾ 11ാം ഭാഗത്ത് ചർച്ച ചെയ്തിരുന്നു. സിമ്പിൾ പാസ്റ്റിനും പാസ്റ്റ് കണ്ടിന്യൂസിനും മാറ്റമുണ്ടാകും. പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതായിട്ട് തന്നെ നിൽക്കും, ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ. ഇനി മറ്റ് 2 സെന്റൻസ് കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സിമ്പിൾ പാസ്റ്റിലെ തന്നെ ഷീ സെഡ് ടു മീ ഐ വാസ് ബിസി. രണ്ടാമത്തെ സെന്റൻസ് ദേ സെഡ് യു വർ കെയർലെസ്. ഇത്തരം സെന്റൻസുകൾ എങ്ങനെയാണ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നത് നോക്കണം. ശ്രദ്ധിക്കുക, പാസ്റ്റിലെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അസർട്ടീവ് സെന്റൻസുകൾ മാത്രമാണ്. ഇനി വരാനുള്ളത് ഇൻട്രോഗേറ്റീവ് ഉണ്ട്, ഇംപെറേറ്റീവ് സെന്റൻസ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി സെന്റൻസുകളും ഉണ്ട്. അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സാവധാനം പഠിക്കും. അപ്പോൾ അസർട്ടീവ്സ് മാത്രമാണ്. അപ്പോൾ നോക്കാം. ഷീ സെഡ് ടു മീ ഐ വാസ് ബിസി. നമുക്ക് മനസ്സിലായി ഇത് അസർട്ടീവ് ആണ്. അതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റിനും ശേഷം ദാറ്റ് വെക്കണമെന്നറിയാം. ഓക്കെ, ഐ വാസ് ബിസി. വാസിന് ശേഷം ING ഉണ്ടെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ വാസിന് ശേഷം ING ഇല്ല, അതുകൊണ്ട് ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് അല്ല. പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നുവെങ്കിൽ ഇതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറണമായിരുന്നു. അതായത് ഹാഡ് ബീൻ പ്ലസ് ING ആയി മാറണമായിരുന്നു. എന്നാൽ വാസിന് ശേഷം ING ഇല്ലാത്തത് കൊണ്ട് ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് അല്ല, മറിച്ച് വാസ് മാത്രം വന്നതുകൊണ്ട് ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. ഇനി മറ്റൊരു സംഗതി, വാസ് വേർ, ഇവയെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നത് ഹാഡ് ബീൻ ആയി മാറ്റിയിട്ടുണ്ടാണ്. അതായത് വാസ് വേർ ഇത് പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ഇതായി മാറും, ഹാഡ് ബീൻ എന്നായി മാറും. നമുക്ക് ഈ സെന്റൻസിനെ കുറിച്ച് നോക്കാം. ഷീ സെഡ് ടു മീ ഐ വാസ് ബിസി. നമുക്കറിയാം ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിലെ പേഴ്സണൽ പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺ ഐ ആണ്. എന്താണ് ബന്ധം? ഐ എന്ന ഫസ്റ്റ് പേഴ്സൺ ആരുമായിട്ടായിരിക്കും ബന്ധം? നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഷീയുമായിട്ടായിരിക്കും ബന്ധം. ഇത് രണ്ടുമാണ് ബന്ധം. അപ്പൊ ഷീ സെഡ് ടു മീ, അവൾ എന്നോട് പറഞ്ഞു. ഐ വാസ്, ഈ ഐ ആര് തന്നെയാണ്? ഈ പറഞ്ഞ വ്യക്തി തന്നെയാണ്. അപ്പൊ ഇത് ഷീ തന്നെയാണ്. നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന് തുല്യമായ മാറ്റം ഉണ്ടാവണം. ഇതിനെ അനുസരിച്ചാണ് മാറുന്നത്. നമ്മൾ പഠിച്ചു, മുൻ എപ്പിസോഡ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് കാണാത്തവർ ഒന്നുകൂടി കണ്ട് ഇത് വിശദമായിട്ടത് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. ഷീ സെഡ് ടു മീ, ഒന്നുകിൽ സെഡ് ടു മീ തന്നെ പറയാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ടോൾഡ് മീ എന്നാക്കാം. ഷീ ടോൾഡ് മീ, ഇത് അസർട്ടീവാണ്. അതുകൊണ്ട് ടോൾഡ് മീ ഒബ്ജക്റ്റിന് ശേഷം നമ്മൾ ദാറ്റ് വെക്കുന്നു. ഷീ ടോൾഡ് മീ ദാറ്റ്. ഇനി ഇതിനെ മാറ്റാൻ പോകുന്നത് ഈ ഐ ആരാണ്? ഷീ തന്നെയാണ്. അപ്പൊ ഷീ സെഡ് ടു മീ, അവൾ എന്നോട് പറഞ്ഞു. ഐ വാസ്, ഈ ഐ ഇവളായതുകൊണ്ട് നമ്മൾ ഷീ. വാസ് ഇനെ എങ്ങനാക്കി മാറ്റണം? വാസ് ഓർ വേറിനെ ഹാഡ് ബീൻ ആക്കി മാറ്റി. അപ്പോ ഷീ സെഡ് ടു മീ ദാറ്റ് ഷീ ഹാഡ് ബീൻ busy. She said to me that she had been busy. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സെന്റൻസ്. They said you were careless. You were careless. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇത് അസർട്ടീവ് ആണ്, നോ ഡൗട്ട്. കാരണം അസർട്ടീവിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അസർട്ടീവ് ആണ്. അതിനകത്ത് ഇവിടെ വേറുണ്ട്. വേറെ കഴിഞ്ഞിട്ട് ING ഇല്ല, അതുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് അല്ല. നമ്മളപ്പോൾ ഈ വേറിനെ എന്താക്കി മാറ്റണം? had been ആക്കി മാറ്റണം.
ഓക്കെ, ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത് ഈ പേഴ്സണൽ പ്രൊനൗൺ ആണ്. യു എന്ന പേഴ്സണൽ പ്രൊനൗൺ ആരുമായിട്ടാണ് ബന്ധം? സെഡിന് ശേഷമുള്ള ഒരു ഒബ്ജക്റ്റുമായിട്ടായിരിക്കും ബന്ധം. മനസ്സിലായി? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവണം, ആ ഒബ്ജക്റ്റുമായിട്ടാണ് ബന്ധം. അപ്പൊ ദേ സെഡ് ടു സംബഡി യു വർ കെയർലെസ്. ഇവരപ്പോൾ പറയുന്നത് മറ്റാരോടോ ആണ്. ഈ മറ്റാരോട് പറയുന്നു ആ ആള് തന്നെയാണ് ദയ്യാൾ. അപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റ് തന്നെയാണ് ഇവർ. അപ്പൊ നമുക്ക് ഇതൊന്ന് വ്യക്തമാക്കാനായി ഈ സെഡിന് ശേഷം നമുക്കൊരു ഒബ്ജക്റ്റിനെ അങ്ങ് പ്ലേസ് ചെയ്യാം. ദേ സെഡ് ടു ഹർ ആയിക്കോട്ടെ, ഇപ്പൊ കാര്യം ക്ലിയർ ആയി. ദേ സെഡ് ടു ഹർ യു വർ കെയർലെസ്. അപ്പോ യു ആരുമായിട്ടാണ് ബന്ധം? ഈ ഹറുമായിട്ടാണ് ബന്ധം. ഒബ്ജക്റ്റ്, സെഡിന്റെ ഒബ്ജക്റ്റായിട്ടുള്ള ഹറുമായി. അവർ അവളോട് പറഞ്ഞു നീ. നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നീ ആരാണ്? അവളാണ്. കെയർലെസ് ആയിരുന്നു എന്ന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. They said to her. Said to her ന് പകരം ഒന്നെങ്കിൽ said to her പറയാം, അല്ലെങ്കിൽ told her. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ they told her. ഒബ്ജക്റ്റ് ആയിട്ടുള്ള her കഴിഞ്ഞിട്ട് that. told കഴിഞ്ഞാൽ പിന്നെ to വെക്കാറില്ല. said ആണെങ്കിൽ മാത്രം to. toldന് ശേഷം to ഇല്ല. They told her that. You ആരാണ് you? ഇവർ തമ്മിലാണ് ബന്ധം. യു ഹർ തന്നെയാണ്. അപ്പോ ഹർ എന്നുള്ളതിനെ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഹർ എന്നല്ല എഴുതേണ്ടത്. ഇവനെ നമ്മൾ അതിന്റെ സബ്ജക്റ്റ് രൂപമാക്കി എഴുതണം. അവർ അവളോട് പറഞ്ഞു, അവൾ ബിസി ആയിരുന്നു എന്ന്. അപ്പോൾ അവൾ എന്നുള്ള വേർഡ് വരണം. അപ്പൊ ഹർ അല്ല വരേണ്ടത്, സബ്ജക്റ്റ് ഫോം ആയിട്ടുള്ള ഷീ. So they told her that she വേറെന്തായി മാറണം? had been. She had been busy. അപ്പൊ ഇത്തരം സെന്റൻസ് കൂടി സിമ്പിൾ പാസ്റ്റിൽ ഉണ്ട്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ നിസ്സാരമാണ്. ഇത്തരം കുറെ സെന്റൻസസ് ഉണ്ടാക്കി പഠിച്ചു നോക്കുക. അപ്പൊ ഈ സംഗതികൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാനുള്ള അസർട്ടീവ് സെന്റൻസ് ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ ടെൻസിനെ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ്. ആ വീഡിയോസിനുമായി ഉടനടി കാത്തിരിക്കുക. വീണ്ടും നമ്മൾ കാണും വരെ ടേക്ക് കെയർ, ഗുഡ് ബൈ. Please like, share and subscribe the channel.